അപ്പോൾ ഇന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ തായ് മസാജിന്റെ സമയത്ത് അപ്പോൾ ഇന്ന് തേർഡ് ഡേ ആണ്. തേർഡ് ഡേ തായ്ലൻഡിലെ പട്ടായയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇന്നത്തെ തേർഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ തേർഡ് ഡേയിൽ ഇന്ന് കോറൽ ഐലൻഡാണ്. നമ്മൾ അവിടെ ബീച്ചിൽ ഇതേമാതിരി വാട്ടർ ആക്ടിവിറ്റീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് വൈകിട്ട് തായ് മസാജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് അതിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സമയങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് ഇതാണ് നമ്മളുടെ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. താമസിച്ചിരുന്ന സീസൺ ഹോട്ടൽ താമസിച്ചിരുന്നതല്ല 3 days ഇവിടുന്ന് അങ്ങടില്ലേ, അതിന്ന് അവിടെ ബീച്ച് വ്യൂ ഒക്കെ ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. ഇതൊരു 3 star അക്കോമഡേഷൻ. നമ്മളുടെ വണ്ടി റെഡി ആയി കഴിഞ്ഞു. ഇന്നലെ നമ്മൾ സംക്രാന്ത് ഫസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കണ ആ ഒരു ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോയിലുണ്ട്. ആ ഇതൊക്കെ നടന്നിരുന്നത് ഈ പട്ടായ ബീച്ചിൽ തന്നെയാണ്. അപ്പോൾ ആ ബീച്ചിൽ നിന്നൂടെ തന്നെയാണ് നമ്മൾ അവിടുന്ന് ഒരു സ്പീഡ് ബോട്ടിലാണ് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോണത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാവരും ക്യാപ്പ് അതേമാതിരി തന്നെ ബീച്ചിന് വേണ്ടിയിട്ടുള്ള ബീച്ച് ഡ്രസ്സുകളൊക്കെ കരുതണം. പിന്നെ നമ്മൾ സൺഗ്ലാസ്, അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ നമ്മൾ കരുതിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നോക്കി നോക്കൂ, ഇന്നലെ അവിടേക്കുള്ള തിരക്കും ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എത്ര ശാന്തമായിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഒന്നാമത്തെ കാര്യം, നേരത്തെ ഞങ്ങളൊരു 9 മണിയുടെ മുന്നേ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് തായ്ലൻഡിൽ നല്ല ഏപ്രിൽ മാസങ്ങളിലല്ലേ നല്ല ചൂടൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ പട്ടായ ബീച്ച് ഉള്ളത്. അവിടെ തന്നെയാണ് നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് അതിൻ്റെ നൈറ്റ് വാക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്. നൈറ്റ് വാക്ക് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ മാത്രം അത് ഓപ്പൺ ആവുള്ളൂ. നല്ലൊരു ഇതാണ്. ഇതങ്ങനെ ഓരോ അടയാളങ്ങൾ ഇതെന്തിനാണ് കെട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കോറൽ ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ആ ഒരു സ്പേസ് തരും. ആ സ്പേസിൽ മാത്രമേ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അതേമാതിരി തന്നെ ഓരോ നമ്പറുകളൊക്കെ അവർ ഇട്ട് തരും. അതേമാതിരി എല്ലാം ഇവിടുന്ന് അങ്ങോട്ട് ഈ പേന കൊണ്ടുള്ള എഴുത്താണ് കേട്ടോ നമ്മുടെ കയ്യിൽ. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുണ്ടെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാലുള്ളതും എല്ലാം നമ്മൾ അവർ ഇതിൻ്റെ സ്റ്റാഫുകൾ നമുക്ക് ഇങ്ങനെ നമ്മളുടെ ബോട്ടിലുള്ള സ്റ്റാഫുകളാണ് കേട്ടോ. 3-4 സ്റ്റാഫുകളുണ്ടാവും. അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇവരുണ്ടായിരിക്കും. ഫോട്ടോസൊക്കെ എടുക്കാനും. ഫോട്ടോസ് പറഞ്ഞാൽ ആ ഫോട്ടോസ് നമ്മളിവിടെ എത്തുമ്പോഴേക്കും പേയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കണം കേട്ടോ. അതെല്ലാം ഒരു ഫ്രെയിം ചെയ്തിട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാവും. ഒരു 100 ബാത്ത് 100 ബാത്ത് അല്ലെങ്കിൽ 50 ബാത്ത്, അങ്ങനെ ഓരോരോ കാറ്റഗറീസാണ്. അങ്ങനെ നമ്മളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അവർ സ്റ്റിക്കറും ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അണ്ടറിൽ വാ, ഇതാണ് നമ്മളുടെ ടീം അംഗങ്ങൾ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് നടന്ന് പോകണം കേട്ടോ. ഒരു ഏരിയ ഉണ്ട്, ആ ഭാഗത്ത് കൂടെ ആ ബ്രിഡ്ജും കൂടെയൊക്കെ നടന്നിട്ട് അവിടെ ബോട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും. നമ്മളുടെ 20 പേരാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 20 പേർക്ക് ഇരിക്കാൻ തരത്തിലുള്ള സ്പീഡ് ബോട്ടാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് ബോട്ടിലൊന്നും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഫോട്ടോ എടുക്കരുത് എന്നുള്ളത് അവർ പ്രത്യേകം പറഞ്ഞാണ്. ഫോമൊക്കെ തെന്നി വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ റിസ്കോട് കൂടെ തന്നെ അതറിഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്പീഡിൽ വീഡിയോ നോക്കാൻ പറ്റില്ല. സ്പീഡ് ബോട്ടിലേക്ക് പോവാണ്. പിടിച്ച് വാവ്. അപ്പോൾ നമ്മളുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തോട്ടാ.
ഒത്തിരി കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. ചാനലിൽ കാണുമ്പോൾ കര കാണ കടലമേലി മോഹക്കുരുവി പറന്നി കോറൽ ഐലൻഡ് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അവരൊരു സ്റ്റേഷനിൽ വണ്ടി നിർത്തും കേട്ടോ. നമുക്ക് പോകുമ്പോൾ അതേമാതിരി നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. ലൈഫ് ജാക്കറ്റ് വണ്ടിയിൽ സേഫ്റ്റിക്കൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ലൈഫ് ജാക്കറ്റും അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആ സ്റ്റേഷനിലെത്തിയ പാരാസൈലിങ്ങിൻ്റെ സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾക്ക് ഇത് ഒരു പാരച്യൂട്ട് മാതിരി കണ്ടില്ലേ ഇങ്ങനെ അങ്ങനെ പോകണത്. അത് ഒരു വണ്ടിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ബോട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് എന്തോ അവരുടെ ക്ലാസ്സും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം ചെന്ന ഉടനെ അവർ ഭയങ്കര ക്ലാസ്സൊക്കെ എടുത്ത് തരും കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ അത് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം തോന്നി. ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാക്കേജ് ഇതുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫീ ഉണ്ട്. അതേമാതിരി കോംബോ പാക്ക് 4 ആക്ടിവിറ്റിക്കും കൂടി നമുക്ക് 2500 ബാത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ടീമും എല്ലാം അവരുടെ ഇതിലൊക്കെ ഇങ്ങോട്ട് ഇതായിട്ട് നമ്മളത് 2500 ബാത്താണ് കൊടുത്തിട്ട് നമ്മളിതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ പോലും എനിക്കിപ്പോൾ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അത്ര ഒരു ധൈര്യമുള്ള കൂട്ടത്തിലൊന്നല്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളിൽ. പക്ഷേ എനിക്ക് എന്തോ 4 ആക്ടിവിറ്റിയും ഇതിനല്ല ഇപ്പോൾ നമ്മളവിടെ ചെന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലാണ് തോന്നിയിട്ടുണ്ട് ചെയ്താൽ. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ ഒരു ത്രില്ലെല്ലാം ഇതൊക്കെ ചെയ്തതാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ണടച്ചിട്ടേ വീഡിയോ ആട്ടിയിട്ട് 2 വട്ടം പോയി. ഈ ഒരു ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ മാർക്ക് ചെയ്യും. ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ അടുത്ത ഒരു സ്റ്റേഷൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആക്ടിവിറ്റി നമ്മൾ കോറൽ ഐലൻഡിൽ ചെന്ന് ബനാന ബോട്ടും അതേമാതിരി തന്നെ മറ്റേ ബൈക്ക് റൈഡും അവിടെ വെച്ചിട്ടാണ്. അണ്ടർ സീ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം മാത്രമേ നമ്മൾക്ക് അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആയിരുന്നോ അല്ല ഇവരോട് ചോദിക്കേണ്ട പറയാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാ പറയുന്നത്. പാരാസ് എന്തായാലും വല്ലാണ്ട് പറയണേ. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറഞ്ഞത് ഇവിടെ വരുമ്പോൾ തായ്ലൻഡിൽ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുൾ പാക്കാണ് എടുത്തിട്ടുള്ളത്. അതായത് 2500 ബാത്തിന് നമുക്ക് അവിടേക്കാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മുടെ ബോട്ട് വന്നു കേട്ടോ. നമ്മൾ ഇനി അതിൽ കയറാൻ പോവാ. നമുക്കതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താണ് എന്ത് അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ആ ബോട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് അതിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അവർ തരുന്ന വീഡിയോയിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫോണൊക്കെ ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ അവർ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ചെറിയൊരു വീഡിയോ അല്ല, ഒരു ഫോട്ടോ മാത്രം. ഓരോരുത്തരുടെയും ഫോട്ടോസ് അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ കാണുന്ന ഭാഗത്തേക്ക് ആ ഒരു ഭാഗം കാണണല്ലേ, ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് ആ ഭാഗം പറഞ്ഞത്. അപ്പോൾ അണ്ടർ സീ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കോറൽ ഐലൻഡിൽ കേട്ടോ. എന്താ സംഭവം അല്ലേ. ഇവിടെ എന്താ പറയാ, ഇവിടെ നമ്മൾ ബനാന ബോട്ടിങ് ആൻഡ് വാട്ടർ എന്താ സ്കൂട്ടറാ, വാട്ടർ സ്കൂട്ടറൊക്കെ ഉണ്ട്. ഇതാക്കണ്ടില്ലേ, സീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത്ര സൂപ്പറാണ്. ഗൈഡ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഏരിയകളുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം, ആസ്വദിക്കാം. ഇനി ആദ്യം നമ്മൾ ബനാന ബോട്ടിൽ പോവുക. നമ്മൾ 3 ആൾ കൂടിയാണ് പോകുന്നത് ബനാന ബോട്ടിൽ. അതിന് ശേഷം സ്കൂട്ടറിൽ പോകും. രണ്ടിൽ നമുക്ക് ആളുകളൊക്കെ നമ്മൾ സെക്യൂരിറ്റിക്ക് ഉണ്ടാവുക കാരണം നമുക്ക് ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൽ 4ലും ഏറ്റവും കൂടുതൽ തന്നെ അതായത് പാരസൈഡിങ് തന്നെ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ബീച്ചിലൊക്കെ കറങ്ങിയപ്പോഴേക്കും ഒരു 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഈ അവസ്ഥയിലായിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന കോഫി അതേമാതിരി തന്നെ മറ്റേ ഏട്ടൻ്റെ കോക്കനട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതൊക്കെ അവർ നമ്മൾക്ക് അവിടെ കൊണ്ടുവന്ന് തരും കേട്ടോ. ആ ഷോപ്പിൽ നിന്ന് മാത്രം നമുക്ക് ആ ഏത് ഷോപ്പിൻ്റെ മുന്നിലാണോ നമ്മൾക്ക് അവർ റിസർവ് ചെയ്താണ് അവിടെ മാത്രം നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ എല്ലാറ്റിലും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കടലിനെ നമ്മൾ മതിയാവുന്നോളം ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ആസ്വദിച്ച ഒരു മോർണിംഗ് ആയിരുന്നു.